കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. ഇന്ന് ഉച്ചപൂജയ്ക്ക് എല്ലാ പ്രാധാന്യം. ഇന്ന് കളഭാട്ടമായിരുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ കളഭം കൊണ്ട് ആറാടിയ ദിവസമാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ദിവസമാണല്ലോ. എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ വലിയ ഗണപതിനെ കണ്ടു തൊഴാം. എന്നിട്ട് അനുവാദമൊക്കെ ചോദിച്ച് നമുക്ക് ഗോപുരവാതിൽ തുറന്ന് അങ്ങനെ പോവാം. അങ്ങനെ നല്ല തിരക്കാണ്, പറയാൻ പറ്റാത്ത അത്രയും തിരക്ക്. കാരണം ആ ക്യൂ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ഇന്നത്തെ രാവിലത്തെ ക്യൂ ഇതുവരെയും ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നെയ്വിളക്കും എല്ലാതും ക്ലോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ 2:30 കഴിഞ്ഞപ്പോൾ 2:45 2:30ക്ക് ക്യൂ ക്ലോസ് ചെയ്തു. പക്ഷേ 2:45 3 മണി വരെയും ജനങ്ങൾ ഭക്തർ അതിൻ്റെ ഉള്ളിലായിരുന്നു, അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അടച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ 3:30ക്ക് വീണ്ടും തുറക്കും. അത്രയ്ക്കും തിരക്കാണ്. എന്നാലും നമുക്കെല്ലാവർക്കും കളഭാലങ്കാര രൂപം ഒന്ന് പോയി കാണാം. വളരെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷമാണ്. എത്ര ബുദ്ധിമുട്ടിയാലും ഇന്നത്തെ ആ ഒരു ദിവസത്തെ ആ കളഭച്ചാർത്ത് നമ്മൾ കണ്ടില്ലെങ്കിൽ ജീവിതം തന്നെ വളരെ വ്യർത്ഥാവും എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ കാണുന്ന പോലെ അവിടെ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ വന്നിട്ട് കാണുകയാണ് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങളെല്ലാവരും ഗുരുവായൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ ആ കളഭ കൊണ്ടുള്ള അലങ്കാരം നമ്മൾ കാണും അവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കൂ. നമ്മളാദ്യം തന്നെ ആ മേൽപ്പത്തൂരിന് അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, സ്മരിക്കുക. അത് കഴിഞ്ഞ് നരസിംഹാവതാരം കാണിച്ച അവിടെ ഒന്ന് നോക്കുക. ഇനി അങ്ങനെ നമ്മൾ പോയി ആ കളഭം കൊണ്ടുള്ള അലങ്കാരം, അതായത് ആ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭം കൊണ്ടുള്ള ആറാട്ട്, അത് അഭിഷേകം, കളഭം കൊണ്ടുള്ള അഭിഷേകം നടന്ന് കഴിഞ്ഞ് അതിനുശേഷം, അതായത് 10 മണി തൊട്ടിട്ട് 12:30 വരെയും ആ സമയമായിരുന്നു ആ കളഭം കൊണ്ട്. എത്രയോ ഒരു കൊല്ലത്തിലൊരിക്കലാണ്, വൃശ്ചികം 41 മാത്രമാണത്, സാമൂതിരിയാണത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നത് കളഭാലങ്കാരം, കളഭാട്ടം. അപ്പോൾ അതിലേക്ക് എത്തി നമ്മൾ നേരെ കാണുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് അടച്ചു. ഉച്ചപൂജ കഴിഞ്ഞ് തുറന്നപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ട് എന്നിലേക്ക് എനിക്ക് പതിഞ്ഞ ഒരു രൂപം, അതായത് ശരിക്കും പറഞ്ഞാൽ കളഭം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞ ചതുർബാഹുവായിട്ടുള്ള ആ വിഗ്രഹമാണ് നമ്മൾ കാണുക. അത് മൊത്തം, അതായത് ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവനായിട്ടും അങ്ങനെ ആ കളഭത്തിൽ ഒരു മഞ്ഞ ചുവപ്പ് കളർന്ന ആ കളഭത്തിൽ അഭിഷേകം കഴിഞ്ഞ് നിൽക്കുന്ന ആ രൂപമാണ് കാണുക. പക്ഷെ എനിക്കിന്ന് തോന്നിയത്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവിടെ എനിക്ക് തോന്നിയത് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴൽ ഇങ്ങനെ വിളിച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്കിന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവനും കളഭാണ്. അത് എങ്ങനെ വർണ്ണിക്കാൻ കഴിയില്ല. അത്രയ്ക്കും എന്താ പറയുക, അണുവിട ഒഴിവില്ലാത്ത തരത്തിൽ ആ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു നാരായണ സ്വരൂപത്തിൽ മുഴുവൻ കളഭം അലിഞ്ഞു ചേർന്ന പോലെയുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ. ഇനിയിപ്പോൾ അത് നാളെ പുലർച്ചെ നിർമാല്യം വരെ ഭക്തർക്ക് എല്ലാവർക്കും ദർശിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്ന് തോന്നിയത് ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ പൊന്നുണ്ണി ഇങ്ങനെ ഓടക്കുഴൽ എത്തിയിട്ട് ഇങ്ങനെ നമ്മളോട് ചിരിച്ച് നിൽക്കുന്ന മാതിരിയായിട്ടാണ് നോക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കാല് പിണച്ചു വെച്ചിട്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണിയെ ഒന്ന് സ്മരിച്ചു നോക്കൂ. എന്താ രസം. നമ്മളെ മനസ്സ് മുഴുവൻ ആ പൊന്നുണ്ണിക്കണ്ണനായിരിക്കും. അത്രമേൽ ഇഷ്ടമാണ് കണ്ണാ എന്ന് നമുക്ക് ആ തോന്നും. അപ്പോൾ എല്ലാവരും ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ
എന്ന് കളഭം കൊണ്ടുള്ള ആ ചാർത്ത് മുഴുവൻ, കളഭാഭിഷേക ചാർത്ത് മുഴുവൻ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ കൃഷ്ണ എന്ന് വിചാരിച്ച് നാരായണ നാരായണ എന്ന് ജപിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി സപ്തമാതാക്കളെയൊക്കെ കണ്ട് തിടപ്പള്ളിയിലൊക്കെ നോക്കി. ഇന്നൊക്കെ സദ്യക്കൊക്കെ കൂടുതലാണ്, കാരണം എന്താ വെച്ചാൽ വിഭവസമൃദ്ധമായ സദ്യയാണ്. അപ്പോൾ പ്രസാദകൂട്ടിലൊക്കെ വളരെ കേമാണെന്ന്, അത്രയും ഇതാണ്. വരുന്ന ആളുകൾക്ക്, ഭക്തർക്ക് അത് കിട്ടിയിച്ചാൽ വളരെ നല്ലത്. ഇനി കിട്ടാതിരുന്നാൽ അടുത്ത പ്രാവശ്യമെങ്കിലും കിട്ടാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ സദ്യ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തെത്തി, വിഘ്നേശ്വരനെ കണ്ടു. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുതു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് ഇങ്ങനെ വന്ന് നേരെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴുതു. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദം വാങ്ങി. അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു. അതിനുശേഷം നേരെ പുറകു വശത്തായിട്ട് നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. അതും കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇങ്ങനെ പോരുകയാണ്. താമരക്കണ്ണനെ കണ്ടു തൊഴുതു. മണിക്കിണർ കണ്ടു. നമ്മുടെ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്താറയിലേക്ക് നോക്കി. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു. സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടു തൊഴുതു. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ നമ്മൾ ഭഗവതിയുടെ അടുത്തെത്തി. ഭഗവതിയും വളരെ പ്രസന്നവതിയായിട്ടാണെന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. കാരണം ആങ്ങളയ്ക്ക് അവിടെ നല്ല കളഭാലങ്കാരം വന്നപ്പോൾ ഇവിടെ പെങ്ങൾക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ അതേ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആ ഭഗവതീനെയും കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ മമ്മിയൂരപ്പനെ സ്മരിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ അവിടെ ചെല്ലുക. ഒന്നുകൂടി ആ കളഭാലങ്കാരം കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നേരെ കൂത്തമ്പലത്തിലേക്ക് വന്നു. കൂത്തമ്പലത്തിൻ്റെ അവിടുന്നും ഇന്ന് അധികനെ വരവൊക്കെ വളരെ ബുദ്ധിമുട്ടാട്ടോ. ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് ഭക്തർക്ക് അധികനെ വരണമെങ്കിലൊക്കെ സമയത്തിനനുസരിച്ചേ തുറക്കുകയുള്ളൂ. എന്നാലും അങ്ങനെ വന്ന് തൊഴുതു. ഇനി അയ്യപ്പൻ്റെ അവിടെ വന്ന് തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പുറത്തേക്ക് പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. നമ്മളെ വേണുഗോപാലസ്വരൂപത്തെ വീണ്ടും കാണാം. അതേമാതിരി കൊടിമരത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും ഇന്നത്തെ കളഭാലങ്കാരം, ആ കളഭം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.